നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ്. വീണ ജോർജിനെ എടുത്ത് കിണറ്റിലെറിയാൻ തോന്നുന്നു കെ മുരളീധരൻ്റെ പരിഷ്കാരങ്ങൾ കാണുമ്പോൾ എന്ന് പറഞ്ഞായിരുന്നു ആ വീഡിയോ. അത് വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ടാക്കി. കാരണം ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖല ശരിയാവാനാണ്. നമ്മളിവിടെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ നമുക്ക് ആവശ്യത്തിന് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ കോടിക്കണക്കിന് രൂപ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടി നമ്മൾ മുടക്കുന്നു, പക്ഷെ ചികിത്സ കിട്ടില്ല. അതിൻ്റെ കാരണം സർക്കാർ ആശുപത്രികളിൽ പണിയെടുക്കാൻ നിയോഗിച്ചിരിക്കുന്ന ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ മറ്റ് ജീവനക്കാർക്കോ വേണ്ടതുപോലെ ജോലിയെടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ അവിടെയില്ല. ആവശ്യത്തിന് ജീവനക്കാരുണ്ടാവില്ല, ഉള്ളവർക്ക് പണി കൂടുതലായിരിക്കും. കുറച്ചു പേരൊക്കെ ഉത്തരവാദിത്വം ഉള്ളവരില്ലാത്തതുകൊണ്ട് കൈക്കൂലിക്കാരായി മാറും. സ്വകാര്യ പ്രാക്ടീസിനായിരിക്കും അവരുടെ താല്പര്യം. മറ്റൊന്ന്, ആളുകൾക്ക് അങ്ങോട്ട് പോവാൻ കഴിയില്ല, അത്രയ്ക്കും വൃത്തിഹീനമായിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ കാണില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണില്ല. അങ്ങനെ ജനത്തെ മടുപ്പിച്ച് വെറുപ്പിച്ച് ആശുപത്രി സംവിധാനങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇതുകൊണ്ട് തന്നെ നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾ തഴച്ച് വളരുകയാണ്. പഞ്ചനക്ഷത്ര ആശുപത്രികൾ. കാര്യം, നമുക്ക് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. നമുക്ക് ഫാമിലി ക്ലിനിക്കുണ്ട്, അതിന് മുകളിൽ കമ്മ്യൂണിറ്റി ക്ലിനിക്കുണ്ട്, അതിന് മുകളിൽ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, അതിന് മുകളിൽ താലൂക്ക് ആശുപത്രികളുണ്ട്, അതിന് മുകളിൽ ജില്ലാ ആശുപത്രികളുണ്ട്, ഒടുവിൽ മെഡിക്കൽ കോളേജുണ്ട്. ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താഴത്തെ തട്ടിൽ നിന്ന് ആവശ്യമനുസരിച്ച് മാത്രം ആളുകളെ മുകളിലേക്ക് വിടുക. എന്നാൽ താഴത്തെ തട്ടിലുള്ള ഡോക്ടർമാർ ഏത് രോഗി വന്നാലും, പനി വന്നാലും ശരി അല്ലെങ്കിൽ ശരി, നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് അങ്ങ് റെഫർ ചെയ്യും. അവിടെ പോകട്ടെ എന്ന് വെക്കും. താലൂക്ക് ആശുപത്രിക്കാർ പനിയോ അങ്ങനെയുള്ള ചികിത്സ ഒഴികെ ബാക്കി എന്തെങ്കിലും വന്നാൽ ഉടനെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യും. മെഡിക്കൽ കോളേജിൽ പോയി ക്യൂ നിന്ന് മടുത്ത് ആളുകൾ ഓടി സ്വകാര്യ ആശുപത്രി പോകും. ഇതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. പാവപ്പെട്ട മനുഷ്യർ മാത്രം നിവൃത്തിയില്ലാതെ മണിക്കൂറുകളോളം ആശുപത്രികളിൽ ക്യൂ നിൽക്കും. ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മിടുക്കുള്ള മന്ത്രിമാരില്ലാത്തത് മാത്രമല്ല വിഷയം. നിരവധി സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആശുപത്രി. ഈ ആശുപത്രിയിലെ മരുന്ന് വാങ്ങുന്നതിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അവിടുത്തെ മെയിൻ്റനൻസ് നടത്തുന്നതിനും ബെഡ് ഉണ്ടാക്കുന്നതിനും അടക്കം സകല സാധനങ്ങൾക്കും കമ്മീഷനാണ്. അവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് പരമാവധി നേരത്തെ നശിച്ചു പോകണമെന്ന. ആയുസ്സുള്ള ഒന്നും സമ്മതിക്കില്ല. എല്ലാ ഉപകരണങ്ങളും ആയുസ് കുറഞ്ഞതായിരിക്കും. എങ്കിൽ മാത്രമേ പുതിയ ഓർഡർ ഇറക്കാൻ പറ്റൂ, പുതിയ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റൂ. മാത്രമല്ല, പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയയും ഫാർമ മാഫിയയും വലിയ തോതിൽ ഇവർക്ക് ഫണ്ട് കൊടുക്കും, സർക്കാർ ആശുപത്രി മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമൊക്കെ. എങ്കിൽ മാത്രമേ ഇത് മുടിഞ്ഞു പോകൂ, എങ്കിൽ മാത്രമേ ഈ ആശുപത്രി മാഫിയകൾ നിലനിൽക്കൂ. ഇതിലൊരു അടിമുടി മാറ്റം വരുത്താനുള്ള ശ്രമമാണ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് പല വകുപ്പുകളിലും മന്ത്രിമാർ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആരോഗ്യ വകുപ്പ് ബഹുദൂരം മുമ്പിലെത്തി കഴിഞ്ഞു. ഏതാനും ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യൂ സിസ്റ്റത്തെ അഴിച്ചു പണിതതും അവിടെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എടുത്ത നിലപാടുമൊക്കെ വിശദീകരിച്ചിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായി പോകുന്നുണ്ട്. ചില മടിയന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ എതിർപ്പുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളും ഫോളോ അപ്പും ഏറെ വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ ഞാൻ എത്തിക്കുന്നതാണ്. മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോഡൽ ഏറെ വൈകാതെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ മന്ത്രി കെ മുരളീധരൻ തികച്ചും വ്യത്യസ്തമായ ഒരു ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നു. അതായത്, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ജനപ്രതിനിധികളും ജനങ്ങളും പറയണം. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാസത്തിൽ 2 ദിവസം വീതം മന്ത്രിയും മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു യോഗം വിളിക്കുകയാണ്. കായകൽപ്പം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പേര് കേട്ടാൽ നമുക്ക് എന്തോ കുഴപ്പമാണെന്ന് തോന്നും, എന്തോ ഊടാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ആയുർവേദ പേരാണ്. എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാനുള്ള ഇടപാടാണ്. എന്നിട്ട് അവിടെയുള്ള ജനപ്രതിനിധികൾ, MLA മാരും MP മാരും മറ്റ് ജനപ്രതിനിധികളും സാധാരണ മനുഷ്യർക്കും പ്രൊഫഷണലുകൾക്കും പ്രധാനപ്പെട്ട ഡോക്ടർമാർക്കും DMO മാരും എല്ലാ ആശുപത്രികളിലും സൂപ്രണ്ടുമാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം. ഈ യോഗത്തിന്റെ തുടക്കം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആരംഭിച്ചു. മന്ത്രി നേരിട്ട് പങ്കെടുത്തു. മന്ത്രിയുടെ ഓഫീസ് സംവിധാനം മുഴുവൻ ഉണ്ടായിരുന്നു. DMOയും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സൂപ്രണ്ടുമാരും എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നം, ഈ ജില്ലയിലെ ആരോഗ്യ പ്രശ്നം എന്താണ് എന്ന് ചർച്ച ചെയ്യുകയാണ്. ആദ്യം പരിശോധിച്ചത് കെട്ടിടങ്ങളുടെ സ്ഥിതിയാണ്. നമുക്കറിയാം, വീണ ജോർജിന്റെ കാലത്ത് ആകപ്പാടെ ഉണ്ടായിരുന്നത് കിഫ്ബി വഴി കെട്ടിടം നിർമ്മിക്കും, എന്നിട്ട് കണ്ടോ ഞങ്ങൾ ആരോഗ്യ മേഖല പരിപോഷിച്ചിരിക്കുന്നു എന്ന് പറയും. വാസ്തവത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണമുണ്ടാക്കാൻ, കമ്മീഷൻ പറ്റാനാണ്. എന്തായാലും
കെട്ടിടങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുന്നു. നിലവിലുള്ള കെട്ടിടങ്ങൾ സുസ്ഥിരമാണോ? അവയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ? പണി പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങളുണ്ടോ? പണി പൂർത്തിയായിട്ടും പ്രവർത്തനം തുടങ്ങാത്ത കെട്ടിടങ്ങളുണ്ടോ? ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ കെട്ടിടങ്ങളുടെ സ്ഥിരതയും അവയുടെ ബലവും അവയുടെ അവസ്ഥയും പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കുകയാണ് ആദ്യത്തെ ഭാഗം. പല കെട്ടിടങ്ങളും പണി പൂർത്തിയായിട്ട് ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് പ്രവർത്തനം തുടങ്ങാത്തതുണ്ട്. പല കെട്ടിടങ്ങളും രോഗികളില്ലാത്തടത്ത് അവിടെ കെട്ടിടം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പരിഹാരമുണ്ടാക്കാനാണ് നീക്കം. നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ട്. ഒരു ടാപ്പിന്, ഒരു വാട്ടർ പൈപ്പിന് ഒരു എൽ പൈപ്പ് മാറ്റിയിടാത്തത് കൊണ്ട് കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഭാഗത്തേക്ക് വെള്ളം പോകുന്നില്ല എന്ന് ഓർക്കണം. അതിനുള്ള ഉത്തരവിറങ്ങിയിട്ടില്ല. ഇത്തരത്തിൽ വളരെ ചെറുതും എന്നാൽ ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ അപ്പോൾ തന്നെ മന്ത്രി ഉത്തരവിട്ട് പരിഹരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ നടത്തിയതുപോലെ. അടുത്തത് ഉപകരണങ്ങളാണ്. ആശുപത്രിയിൽ മിക്കയിടങ്ങളിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ പലതും പ്രവർത്തിക്കുന്നില്ല. കാരണം ഏറ്റവും വില കുറഞ്ഞ, കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഉപകരണങ്ങളാണ് വാങ്ങിവെച്ചിരിക്കുന്നത്. ഈ ഉപകരണങ്ങളുടെ സ്ഥിതി എന്താണ്? പ്രവർത്തനം നിലച്ചവയുണ്ടോ? അത് എന്ന് നിലച്ചു? എന്തുകൊണ്ട് നിലച്ചു? മാറ്റിക്കൊടുക്കണോ? മെയിൻ്റനൻസ് എങ്ങനെയാണ്? മെയിൻ്റനൻസ് ചെയ്യണോ? CT, MRI, എക്സ്റേ, അൾട്രാസൗണ്ട് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലേ? താലൂക്ക് ആശുപത്രി ആണെങ്കിലും ശരി, മുകളിലേക്കുള്ള ആശുപത്രി ആണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കുകയാണ്. ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തിടമുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആശുപത്രിയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവെന്തൊക്കെയാണ്, ഉപകരണങ്ങളുടെ എന്തെല്ലാം കുറവാണെന്ന് ലിസ്റ്റ് എടുക്കുന്നു, അതിന് പരിഹാരം ഉണ്ടാക്കുന്നു. മൂന്നാമത്തേത് സൗകര്യങ്ങളുടെ വിലയിരുത്തലാണ്. പല ആശുപത്രികളും രോഗികൾ കാണില്ല, എന്നാൽ ഇഷ്ടം പോലെ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ കാണും. അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് സ്വാധീനമുള്ള ഡോക്ടർമാരും നേഴ്സുമാരും സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്ന രീതിയുണ്ട്. എല്ലാവർക്കും അറിയാം. അവിടെ രോഗികളിൽ ചിലയിടത്ത് രോഗികളുടെ എണ്ണം കൂടുതലാണ്, ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സുമാരും ഇല്ല. ഇതൊന്ന് പുനർപരിഷ്കരിക്കുകയാണ്. രോഗികൾ കുറവുള്ളിടത്തും ഡോക്ടർമാരെയും നേഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും രോഗികൾ കൂടുതലുള്ളിടത്തേക്ക് വിടും. എല്ലായിടത്തും രോഗികൾ ഉണ്ടാവുന്ന തരത്തിൽ സംവിധാനം ഒരുക്കും. രോഗികൾ പലയിടങ്ങളിലും ഇല്ലാതെ വരുന്നത് സൗകര്യമില്ലാത്തതുകൊണ്ടാണ്. അവിടെയൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കും. നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും എണ്ണത്തിൽ ഗണ്യമായ മാറ്റം വരുത്തും. ആദ്യം ചെയ്യുന്നത് പണിയില്ലാതിരിക്കുന്നവർ അവിടുന്ന് പറിച്ചെടുത്ത് പണിയുള്ളിടത്തേക്ക് മാറ്റുകയായിരിക്കും. പലയിടങ്ങളിലും ചില ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. മറ്റു ചിലർ സുഖമായിരിക്കും. ലേബർ റൂമും ഓപ്പറേഷൻ റൂമും ഒക്കെ പ്രത്യേകം ഇൻസ്പെക്ട് ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കും. ഇല്ലാത്തടത്ത് അതെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ പ്രത്യേക പദ്ധതികളാണ്. ഇപ്പോൾ ആദിവാസി മേഖലയിലുള്ളവർക്ക് അവർക്ക് മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇത്തരത്തിൽ ആ മേഖലകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കി അവയെല്ലാം ശരിയാക്കിയെടുക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു. ഇങ്ങനെ ആശുപത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ജനപ്രതിനിധികളെയും കൊണ്ടുവന്ന് ആശുപത്രികളിൽ ഒരു ലൈവ് ഓഡിറ്റ് നടത്തുകയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ. മുഴുവൻ കുറിച്ചെടുക്കാൻ സിസ്റ്റമുണ്ട്. അപ്പോൾ പരിഹാരമുണ്ടാക്കുന്നതൊക്കെ അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കും. അല്ലാത്തതൊക്കെ ഈ ഒരു 2 ആഴ്ചയ്ക്കകം പരിഹാരമുണ്ടാക്കാനാണ് നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥ പുനർവിന്യാസമാണ്. സ്വാധീനമുള്ളവർ, മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും വേണ്ടപ്പെട്ടവരൊക്കെ പണിയെടുക്കാതെ ജീവിക്കുന്ന സിസ്റ്റം ഇല്ലാതാക്കുകയാണ്. മാത്രമല്ല, ചെറിയ പരിഷ്കാരങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത ഷാഫി പറമ്പിൽ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വെട്ടിക്കീറിയാണ്. അത് ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്ക് മൃതദേഹം കാണാൻ പോലും കഴിയില്ല. അതിന് പകരം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. വിർച്വൽ ഓട്ടോപ്സിയുടെ കാലമാണിത്. മന്ത്രി അംഗീകരിക്കുന്നു. അതായത് ശരീരത്തിൽ മുറിവുണ്ടാക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടി 30-40 കോടി രൂപ മാറ്റിവെക്കാം എന്ന് മന്ത്രി ഉറപ്പു നൽകുന്നു. വളരെ വിചിത്രമായ പല പ്രതിഭാസങ്ങളും ആരോഗ്യ മേഖലയിൽ ഉള്ളത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ ജൂനിയർ കൺസൾട്ടൻ്റ് ആണ്, പിന്നെ സീനിയർ കൺസൾട്ടൻ്റ് ആവും, പിന്നെ കൺസൾട്ടൻ്റ് ആവും. ജൂനിയർ കൺസൾട്ടൻ്റ് കൺസൾട്ടൻ്റ് ആയോ, കൺസൾട്ടൻ്റ് സീനിയർ കൺസൾട്ടൻ്റോ ആയി പ്രൊമോഷൻ കൊടുക്കുമ്പോൾ മാറ്റും. അവർക്ക് മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും പോവേണ്ടത്. എന്നാൽ പകരം ഇവിടെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടി മുടങ്ങിപ്പോവും. പകരം അവിടെ ഡോക്ടറെ വിടില്ല. അതുകൊണ്ട് ഒരു ഡോക്ടറെ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റിയാൽ അതേ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു ഡോക്ടറെ അവിടെ കൊണ്ടുവയ്ക്കും എന്ന് ഉറപ്പാക്കും. അതിന് സാഹചര്യമില്ലെങ്കിൽ, അതിന് ഡോക്ടർ ഇല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്താലും ആ പ്രൊമോഷൻ തസ്തികയാക്കി മാറ്റി അവരിവിടെ നിലനിർത്തും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. വളരെ വിചിത്രമായ മറ്റൊരു സംഗതി, ഈ സ്ഥലമാറ്റത്തിനിടയിൽ വലിയ സ്പെഷ്യലിസ്റ്റുകൾ, അതായത് കാർഡിയോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും ഒക്കെ പലപ്പോഴും മെഡിക്കൽ കോളേജിൽ മുറിവ് തുന്നിക്കെട്ടാനും മരുന്ന് വയ്ക്കാനും ഒക്കെയുള്ള പോസ്റ്റുകളിലേക്ക് മാറാറുണ്ട്. സ്ഥലമാറ്റമാണ്. ഓർക്കണം, സ്പെഷ്യലിസ്റ്റുകൾ. അതിന് പരിഹാരം ഉണ്ടാവുകയാണ്. ഇവരെന്ത് ചെയ്യും? ഈ ഡോക്ടർമാർ കുറച്ചു കാലം മരുന്ന് വെച്ചിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഇതാണ് നടക്കുന്നത്. ഇനി അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇവിടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സ്പെഷ്യലിസ്റ്റ് പ്രവൃത്തി മാത്രമായിരിക്കും ചെയ്യേണ്ടത്. താലൂക്ക് ആശുപത്രി മുതൽ മുകളിലേക്കുള്ള ആശുപത്രികളിൽ മാത്രമായിരിക്കും സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കുക. ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പോലും
ഈ സ്പെഷ്യലിസ്റ്റുകൾ എത്താറുണ്ട്. അത് പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. എല്ലാ താലൂക്ക് ആശുപത്രികളിലും എല്ലാ ജില്ലാ ആശുപത്രികളിലും ആവശ്യത്തിലധികം സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവരുന്നു. രോഗികളുടെ എണ്ണം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് തടയാനുള്ള വഴിയാണ്. ഇപ്പൊ എല്ലാവരും നേരെ മെഡിക്കൽ കോളേജിലേക്കാണ്. ഈ റെഫറൽ സിസ്റ്റം തുടരും. അങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ വന്നാൽ ഒരുമാതിരിപ്പെട്ട രോഗത്തിനൊക്കെ ചികിത്സ കിട്ടും, എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടാവും. അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി വരെ പോവേണ്ടി വരും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറയ്ക്കാനും പുതിയ പദ്ധതി ഇടുന്നു. ഈ യോഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, അവിടുത്തെ ഓർത്തോപീഡിക്സിൽ എപ്പോഴും സർജറി ആവശ്യമാണ്, പക്ഷെ ഡോക്ടർമാരില്ല. അതിന് പരിഹാരമുണ്ടാക്കാൻ 10 സർജൻ പോസ്റ്റ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. 24 മണിക്കൂറും അവിടെ സർജറി ഉണ്ടാവും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ. അങ്ങനെ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, പരിഹാരമുണ്ടാക്കും എന്നതാണ് പുതിയ തീരുമാനം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ 200-250 രോഗികളിൽ കൂടുതൽ സാധാരണ എത്താറില്ല. അവിടെ 600 ബെഡുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിലും ആവശ്യത്തിന് രോഗികൾ എത്താറില്ല. എന്തുകൊണ്ട് രോഗികൾ എത്തുന്നില്ല എന്ന് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുന്നു, സൗകര്യം ചെയ്തു കൊടുക്കുന്നു. തിരക്ക് കുറഞ്ഞ ആശുപത്രികൾ തിരക്കുണ്ടാക്കുന്നു, തിരക്ക് കൂടിയ ആശുപത്രികളെ തിരക്ക് കുറയ്ക്കുന്നു. അതേസമയം OP എല്ലാ ആശുപത്രികളിലും അനുവദിക്കുന്നതുമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അഴിച്ചുപണി നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. 5-6 മാസം കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്നവർ സന്തോഷത്തോടെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. എല്ലാ സംവിധാനങ്ങളും അഴിച്ചുപണിയുകയാണ്. വീണ ജോർജ് അല്ല, കെ മുരളീധരൻ. കേരളം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന പരിഷ്കാരങ്ങൾ. ഇതിനോടൊപ്പം തന്നെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഒരു ലൈസൺ ഓഫീസറെ നിയമിക്കുന്നു. ലൈസൺ ഓഫീസർ ഡോക്ടറായിരിക്കും. ഈ ഡോക്ടറുടെ നമ്പർ പരസ്യപ്പെടുത്തും. രോഗികൾക്കും സാധാരണ മനുഷ്യർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ ഈ ലൈസൺ ഓഫീസറെ വിളിക്കാം. ആശുപത്രിയുടെ പ്രശ്നങ്ങൾ ആ ലൈസൺ ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്താം, ചികിത്സാ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയെ അടിമുടി മാറ്റാനാണ് മന്ത്രി മുരളീധരൻ പദ്ധതിയിട്ടിരിക്കുന്നത്. സംശയമൊന്നും വേണ്ട, ആരോഗ്യ മേഖലയെ കെ മുരളീധരൻ തൂക്കിയിരിക്കുന്നു. വീണ ജോർജ് നാണിച്ചു പോകുന്ന ദിനങ്ങൾ ഇനി വരാനിരിക്കുന്നു.